ഈ ഒരു വീഡിയോ എനിക്കറിയുന്ന 2-3 ഫേക്ക് ഇൻഫർമേഷൻസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. നോർമലി എല്ലാവരുടെ ലൈഫിലും ഡെയിലി കേൾക്കുന്ന കാര്യമാണ് ഫേക്ക് ഇൻ്റർവ്യൂ കോൾസ്, ഫേക്ക് ബാങ്ക് തട്ടിപ്പ്, ഫേക്ക് കോൾസ്, ഫേക്ക് ഡാറ്റ കളക്ഷൻസ് ഒക്കെ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് 2 ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാം. നിങ്ങൾക്കത് എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത്. ഫസ്റ്റ് വൺ ഫേക്ക് ബാങ്ക് തട്ടിപ്പാണ്, സെക്കൻഡ് വൺ ഫേക്ക് ഇൻ്റർവ്യൂ കോൾസ് ആണ്. അപ്പോൾ ഫേക്ക് ബാങ്ക് തട്ടിപ്പ് എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളത് നമുക്ക് നോർമലി നമ്മളെല്ലാവരും ആണെങ്കിൽ പോലും ഇതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലായിട്ടുള്ളവർ, ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയുന്നവരാണെങ്കിൽ പോലും ചില സിറ്റുവേഷനിൽ നമ്മൾ അറിയാതെ തന്നെ ഇതിൽ പെട്ടുപോകാറുണ്ട്. ചില സമയത്ത് നമ്മൾ ഒന്നും ആലോചിക്കാതെ തന്നെ നമ്മൾ ചില OTPയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരിക്കും ബാങ്ക് തട്ടിപ്പിൽ നമ്മളെ കയ്യിലുണ്ടാകുന്ന ക്യാഷ് മുഴുവൻ അവരെടുക്കുന്നത്. ഇപ്പോൾ മെയിനായിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ അടുത്ത് 2-3 വീഡിയോസ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ആണെങ്കിൽ അവർ ഷെയർ ചെയ്തിട്ടുള്ള 2-3 വീഡിയോസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഫ്രഷേഴ്സൊക്കെ ഇവിടെ ജോലിക്ക് വന്ന് ജോലി കിട്ടി ഒരു ബാങ്ക് അക്കൗണ്ടൊക്കെ എടുക്കുമ്പോഴായിരിക്കും ഈ ഒരു കോൾസ് വരുന്നത്. അപ്പോൾ നമ്മൾ അറിയാതെ ഇതിൽ പെട്ടുപോയത്. ഇപ്പോൾ ഒരു 85% ഫ്രഷേഴ്സൊക്കെ ആണെങ്കിലും ഈ ഒരു സിറ്റുവേഷൻസിൽ പെട്ടുപോയിട്ടുള്ളവരായിരിക്കും. അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ബാങ്ക് തട്ടിപ്പിൽ നടക്കുന്ന അവരിപ്പോൾ കോൾ ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർ പറയും നിങ്ങൾക്കൊരു ഐഫോൺ പ്രൈസ് അടിച്ചിട്ടുണ്ട്, ഇത്ര എമൗണ്ട് അടിച്ചിട്ടുണ്ട്, അപ്പോൾ ജസ്റ്റ് ഒരു OTP പാസ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന പ്ലേസ് ആണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ പോയി വാങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് ആയിരിക്കും. അതായിരിക്കും നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ അവർ പറയും ബാങ്ക് അക്കൗണ്ട് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാം, അതുപോലെ തന്നെ ഫോൺ ഡെലിവറി ചെയ്യാൻ നോക്കുക. അപ്പോൾ ഒരു OTP വരും, അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ആ OTP പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആലോചിക്കുന്നുണ്ടാവില്ല. ആ OTP പറഞ്ഞു കൊടുത്തിട്ട് വിത്തിൻ ഇത്ര സെക്കൻഡ് കൊണ്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിലുള്ള ക്യാഷൊക്കെ പോയി. ഇപ്പോൾ ഒരു സാലറിയൊക്കെ വന്നിട്ടുള്ളൊരു അക്കൗണ്ട് ആണെങ്കിൽ ആലോചിക്കണം, ആ ക്യാഷ് മുഴുവനായിട്ടായിരിക്കും അവരെടുക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പല സിറ്റുവേഷൻസ് പറഞ്ഞിട്ടും വിളിക്കും. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ ഡീറ്റെയിൽസ് ആണെങ്കിൽ പോലും ഷെയർ ചെയ്യാതിരിക്കുക. OTP ഒരു സ്ഥലത്ത് നമ്മൾ OTP ഒരു ഫോൺ കോൾ വന്നിട്ട് ഒരു OTP പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ പെട്ടുപോയിട്ടുള്ള ഒത്തിരി പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ ആണെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ ജസ്റ്റ് താഴെ. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫേക്ക് ഇൻ്റർവ്യൂസ് കോളാണ്. ഫേക്ക് ഇൻ്റർവ്യൂ കോൾ ആണെങ്കിൽ എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളത്. ഇപ്പോൾ നോർമലി ഫേക്ക് ഇൻ്റർവ്യൂ കോൾസ് ആണെങ്കിലും മെയിലാണെങ്കിലും ഒക്കെ നമുക്ക് വരാറുണ്ട്. ജസ്റ്റ് അവരൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ജോബ് വേക്കൻസി കൊടുത്തിട്ട് അതിൽ ജസ്റ്റ് ഒരു പൊസിഷൻ കൊടുക്കും, ഇത്ര സാലറി, അതുപോലെ തന്നെ സാലറിയൊക്കെ ഹൈ സാലറി ആയിരിക്കും കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ ഒരു ഫ്രഷറാണ്, അപ്പോൾ എനിക്കൊരു ഇൻ്റർവ്യൂ ഇങ്ങനെ കിട്ടി, ഒരു മെയിൽ വന്നു, മെയിലോ അല്ലെങ്കിൽ കോളോ വന്നിട്ട് ഞാനിപ്പോൾ പോവുകയാണെങ്കിൽ പോലും അവർ ചിലപ്പം എനിക്ക് ഫസ്റ്റ് ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു ഇൻ്റർവ്യൂവിന് ഒരു 2 കൊല്ലം മുന്നേ ഒക്കെ ഒരു ഇൻ്റർവ്യൂവിന് പോയപ്പം അവർ പറഞ്ഞു നിങ്ങൾക്ക് മെഡിക്കൽ ചെക്കപ്പ് ചെയ്യണം, മെഡിക്കൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ ജോബിന് കയറുക, ഈ ഒരു ജോബ് ഓക്കെ ആണ്, പിന്നെ നിങ്ങൾ സെലക്ട് ആയെന്ന് നമ്മളോട് പറയും. ഫസ്റ്റ് പോയ സമയത്ത് നമ്മളൊരു സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പറയും ഓക്കെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്, ആ മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പിന്നെ മെഡിക്കലും കൂടെ എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് നാളെ മുതൽ തന്നെ ജോബിന് കയറാം, ഇന്ന പ്ലേസ് ആണെന്നൊക്കെ പറയും. അവരാ പറച്ചിലേക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതാണ് ഓക്കെ നമുക്ക് ആ ജോലി കിട്ടിയത്, അതുപോലെ ആയിരിക്കും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരിക. ആ ഒരു സിറ്റുവേഷനിൽ നമ്മളൊന്ന് ആലോചിക്കുക. നമുക്കിപ്പോൾ ക്യാഷ് കൊടുത്തിട്ടോ മെഡിക്കൽ ടെസ്റ്റ് ഫസ്റ്റ് എടുത്തിട്ടൊന്നും നമുക്കൊരു ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ നമുക്കൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ UAE ഇല്ല. ഇതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റുകയെന്നുള്ളത്, നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂ കോൾസും കാര്യങ്ങളും വന്നു, അതിലല്ലെങ്കിൽ മെയിൽ വന്നു, മെയിലിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും നമ്മളെ പൊസിഷൻ എന്താണ്, പിന്നെ ഏതാണ് കമ്പനി നെയിം എന്നൊക്കെ. അത് ജസ്റ്റ് നമ്മൾ ഗൂഗിളിൽ പോയിട്ടോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ പോയിട്ടോ ചെക്ക് ചെയ്യുക, അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളും നോക്കുക കമ്പനിയിൽ. അല്ലെങ്കിൽ ലിങ്ക്ഡിൻ പോയിട്ട് ആ ഒരു കമ്പനി നെയിം അടിക്കുക, അതിലുള്ള കുറേ ആൾക്കാരുണ്ടാവും ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന, അവരായിട്ട് കണക്ട് ചെയ്യുക, ജസ്റ്റ് ചോദിക്കുക ഇൻഫർമേഷൻസ്, അവിടെ ഇങ്ങനെ വേക്കൻസി അവൈലബിൾ ആണോ എന്നൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ നമ്മളിപ്പോൾ ഗൂഗിളിലൊന്നും അടിച്ചിട്ട് ഈ ഒരു കമ്പനീൻ്റെ നെയിം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു മെയിലിൽ കമ്പനി നെയിം കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ, എവിടെയാണ് ഇൻ്റർവ്യൂ പ്ലേസ്, ടൈം, അതുപോലെ തന്നെ സാലറി, ഏതാ പൊസിഷൻ മാത്രം കൊടുക്കുകയാണെങ്കിൽ അത് ഫേക്കാണെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഏജൻസീസ് ഉണ്ടാവും, ഇപ്പം ക്യാഷൊക്കെ കൊടുത്തിട്ട് ജോബിന് കയറാം എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൊന്നും പോയി പെടാതിരിക്കുക. കാരണം അത് അത്രയും നല്ല ജോലി ആവണമെന്നൊന്നുമില്ല, അതുപോലെ തന്നെ ജോബ് കൺഫേം ആണെന്നും. ഒരു എക്സാമ്പിൾ UAE വന്നിട്ട് എങ്ങനെയെങ്കിലും ഒരു ജോബ് കിട്ടിയാൽ മതി വിചാരിച്ചിട്ടായിരിക്കും ഇങ്ങനത്തൊക്കെ പെട്ടു പോകുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ.